തൊഴിൽ തട്ടിപ്പിനിരയായി 5 അംഗ മലയാളി കുടുംബം 5 മാസമായി ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി. തിരുവനന്തപുരത്തെ ട്രിവിയൽ ചാപ്റ്റർ റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരെയാണ് പരാതി ഉയർന്നത്. ലക്ഷങ്ങൾ ഇവർ തട്ടിയെടുത്തെന്നും വിദേശത്ത് കുടുങ്ങിയ യുവതി ജനൻ ടിവിയോട് വെളിപ്പെടുത്തി. അവര് MBA, M.Tech ഇതൊക്കെയുള്ള ആൾക്കാരെ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുവാണ്. പക്ഷേ നമുക്ക് ഇറ്റലിയിലെ ജോലി കിട്ടണമെങ്കിൽ അസൈലം വച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് MBAയോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയും കിട്ടത്തില്ല. കിട്ടും, ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് കിട്ടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും. ഇവർ പറഞ്ഞതുപോലെ 3 മാസത്തിനകത്ത് ജോബ് കിട്ടത്തില്ല. റെഫ്യൂജിയാണ്, നമുക്ക് ഇന്ത്യയിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെ അസൈലം വേണ്ടാന്നായി. അങ്ങനെ ഞങ്ങളിപ്പോൾ IOM എന്ന് പറയുന്ന ഒരു ഏജൻസി, മീൻസ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസി വഴി തിരിച്ചു പോകാനുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏപ്രിൽ 4th കൊടുത്തതാണ്. എന്നാൽ അപ്പോഴ് കൊസ്തൂറയിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം ഞങ്ങൾക്ക് ഈ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഏപ്രിൽ 29 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതൊന്ന് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട്. അടുത്ത് ഇനിയൊരു ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ പാസ്പോർട്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇനി പൈസയും ഇല്ല. റെഡ് ക്രോസ് സൊസൈറ്റിയെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. ഫുഡിൻ്റെ കാര്യത്തിലും റെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ. കിട്ടുന്ന ലോണുകളെല്ലാം എടുത്താൽ വന്നത്. ഇപ്പം നാട്ടിൽ ബാങ്കുകാരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഫ്രോഡാണെന്നാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, വേദനിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. കാരണം തൊഴിൽ തേടി പോകുന്നു, അവിടെ 5 അംഗ മലയാളി കുടുംബം 5 മാസമായി കുടുങ്ങിക്കിടക്കുന്നു. അത് ഇറ്റലിയിലാണ് എന്നോർക്കണം. ഈ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് വില്ലൻ അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ട്രിവിയൽ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ ഒരു കുടുംബത്തെ, 5 അംഗ കുടുംബമാണ് ഈ ഒരു കുടുംബത്തെ പോർച്ചുഗലിൽ പോകാനാണ് ഇവർ ആദ്യം തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഈ ഒരു ട്രിവിയൽ ചാപ്റ്റർ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഇറ്റലിയിലേക്ക് പോകാനെന്നൊരു തീരുമാനത്തിലേക്ക് അവസാനം എത്തിച്ചേരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇവർ പോകണം എന്നുള്ളൊരു തീരുമാനം ട്രിവിയൽ ഏജൻസിയോട് പറയുന്നതും പിന്നീട് അവർ ഡിസംബറിൽ പോകാനായുള്ള ടിക്കറ്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ശരിയാക്കി ജനുവരിയിൽ അവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. എന്നാൽ എത്തിച്ചേർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് യാതൊരുവിധ സൗകര്യങ്ങളോ അല്ലെങ്കിൽ വീടോ അവർക്ക് താമസിക്കാനുള്ള പ്രാഥമികമായ ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല. ഒരുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നെല്ലാം വീട്ടുകാർ, കുട്ടികളടക്കമുള്ളവർ പോയിരുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർ മനസ്സിലാക്കിയത് ഈ അവരുടെ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലികളൊന്നും തന്നെ ഇറ്റലിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ദുർഘടം പിടിച്ചൊരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസം, ജനുവരി മുതൽ ഈ മാസം വരെ, ഇത്രയും 4 മാസം വരെ ഈ ഒരു വീട്ടുകാർ അല്ലെങ്കിൽ ഈ ഒരു കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് ഇറ്റലിയിൽ താമസിച്ചു വരുന്നത്. ഇവർ മാത്രമല്ല, നിരവധി ആളുകൾ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നുമുള്ള നിരവധി ആളുകളാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായത് എന്നാണ് ഈ ഒരു യുവതി നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ അവിടെയുള്ള ഏജൻസികളെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെയും സമീപിച്ചിട്ടുണ്ട്. ഇവർക്ക് നാട്ടിലോട്ട് വരണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. കുടുങ്ങിക്കിടക്കുന്നു, തൊഴിൽ തട്ടിപ്പിനിരയായെന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ.